അണ്ടകടാഹം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ദൈവം ഈ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളത്തിൽ കോടാനുകോടി നക്ഷത്രക്കൂട്ടത്തിൽ വെറും ഒരു നക്ഷത്ര സമൂഹമായ ആകാശഗംഗ മിൽക്കി വേയിലെ തിരുവാതിര എന്ന നക്ഷത്രത്തിന്റെ 1/6 വലുപ്പം മാത്രമുള്ള സൂര്യൻ എന്ന സാധാരണ നക്ഷത്രത്തിന്റെ 9 ഗ്രഹങ്ങളിൽ വ്യാഴത്തെ അപേക്ഷിച്ച് ചെറു ഒരു ഗ്രഹമായ ഭൂമിയിൽ ആകെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയത് 1/4 സ്ഥലത്താ. ബാക്കി മുഴുവൻ കടല. ആ 1/4 സ്ഥലത്തിൽ പകുതിയും ചതുപ്പും കായലും അതുപോലെ കാടുമാണ്. അതിൽ പകുതി സ്ഥലത്ത് 7 വൻകരകളാക്കി അതിൽ ഏഷ്യ വൻകരയിൽ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു കൊച്ചു രാജ്യമായി ഇന്ത്യ. ആ ഇന്ത്യയിൽ ഒരുപാട് മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു നേന്ത്രപ്പഴത്തിന്റെ വലുപ്പമുള്ള ഈ കേരള സംസ്ഥാനത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ല മാത്രമായ കണ്ണൂർ ജില്ലയിൽ 71 പഞ്ചായത്തിന്റെ കൂട്ടത്തിൽ ഒരു പഞ്ചായത്ത് മാത്രമായി ഇതാ ചെറുതാഴം പഞ്ചായത്തിൽ 10-18 വാർഡുകളുടെ കൂട്ടത്തിൽ ഒരു വാർഡിൽ ഒരു മൂലക്കുള്ള ഒരു വീട്ടിൽ കുറെ മുറികളുള്ള ഒരു മുറിയിൽ ഒരു കട്ടിലിന്റെ ഒരു തലക്ക് കിടന്നുറങ്ങുന്ന മനുഷ്യൻ വിചാരിച്ചിട്ട് ഈ ദൈവത്തെ നന്നാക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തെ നന്നാക്കാനാണോ? പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവം ഇല്ലാതായി പോവും? ഇല്ല. പിന്നെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം പൂർണ്ണമായി മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ വികാസമാണ്. ആ വികാസമുണ്ടാകുന്ന ഒരേയൊരു ജീവി മനുഷ്യനാണ്. പക്ഷിമൃഗാദികൾക്ക് ഒരു വികാസം പ്ലസ് ഇല്ല. മനുഷ്യനുണ്ടാകുന്നതിന് 15 ലക്ഷം വർഷം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. 15 ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയാ ജീവിച്ച അതേപോലെ തന്നെയാ 2026 ജീവിക്കുന്നത്. ഒരു മാറ്റവുമില്ല. തൃശൂർ പൂരത്തിന് വടക്കുന്നാഥന്റെ ഗോപുരക്കെട്ടിന് മുന്നിൽ പാറമേക്കാവിലിന്റെ 30 ആനയും തിരുവമ്പാടിയുടെ 30 ആനയും കുടമാറ്റത്തിന് അണിനിരക്കുമ്പോൾ അത് കാണാൻ കേരളത്തിലെ ഒരു 5 ലക്ഷം ആണുങ്ങളും പെണ്ണുങ്ങളും ഒത്തുചേർന്നിട്ട് കാണാൻ പോയിരിക്കും. ഇത്ര ആള് നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഒരു പിടിയാനക്ക് ഇതുവരെ ഒരു പാവാട ഉടുക്കണമെന്നോ ഒരു കൊമ്പനാനക്ക് ഒരു ട്രൗസർ ഉടുക്കണമെന്നുള്ള ചിന്ത ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു പക്ഷിമൃഗാദികൾ. എന്ന മനുഷ്യൻ സനാതനാനുക്രമ വികാസമുള്ളവരാണ് മനുഷ്യൻ. അത് പ്രപഞ്ചവും അങ്ങനെയാണ്. പ്രപഞ്ചം നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നു. പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ എന്ന് വയലാറ് നീലഗിരിയുടെ സഖികളെ എന്ന പാട്ടിൽ പറഞ്ഞത് അതാണ്. നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് ജി ശങ്കരക്കുറുപ്പ് വിശ്വദർശനം എന്ന കവിതയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ വികാസത്തെ ഏറ്റുവാങ്ങുന്നവനും ആ വികാസം തിരിച്ചറിയുന്നവനുമാണ് മനുഷ്യൻ. മനുഷ്യൻ എങ്ങനെയാണ് പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തനായത്? അവന്റെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ടായതാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? ആദ്യത്തെ പ്രാർത്ഥന ഓം നമഃ ശിവായ, ഓം നാരായണായ, ശരണമയ്യപ്പ, ഗംഗണപതിയെ നമഃ എന്നൊന്നുമല്ല. ആ പ്രാർത്ഥന ഉണ്ടാകുന്ന അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെതല്ല. കാരണം ആ പ്രാർത്ഥനയുള്ള കാലത്ത് ഹിന്ദു മതമില്ല, ഇസ്ലാം മതമില്ല, ക്രിസ്തു മതമില്ല. മനുഷ്യരേ ഉള്ളൂ. ആ പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായ ഒരു പാട്ടുണ്ട് മലയാള സിനിമയിൽ. ആ പാട്ട് പാടുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പാടണം. ഞാൻ കൈകൊണ്ട് കാണിക്കുന്നു. ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീതീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. അതാ ഇത് എത്ര ആൾക്ക് പാടാൻ കഴിയുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഓരോ പ്രദേശത്തിന്റെയും സംസ്കാരത്തിന് മാർക്കിടാറ്.
ചില നാട്ടിലൊന്നും ഉണ്ടില്ല. എന്നാൽ ഇത്രയധികം ആളുകൾ ഏറ്റുപാടിയത് മറ്റെവിടെയും ഉണ്ടായിട്ടില്ല. മനസ്സിലായല്ലോ? സൂര്യഗായത്രി. എന്താ ഈ സൂര്യഗായത്രി? സങ്കല്പ ദൈവത്തെയല്ല, പ്രത്യക്ഷ ദൈവത്തെയാണ് ആദ്യം പ്രാർത്ഥിച്ചത്. ശ്രീരാമൻ പ്രാർത്ഥിച്ച ദൈവം അതാണ്. ശ്രീരാമൻ ഒരമ്പലത്തിലും പോയിട്ടില്ല. രാമായണത്തിൽ ഇവിടെയും കൊണ്ടു രാമൻ അമ്പലത്തിൽ തൊഴാൻ പോയത്. ശ്രീരാമൻ പ്രാർത്ഥിച്ചത് 3 ദൈവങ്ങളെയാണ്. ഒന്ന്, വനയാത്രയ്ക്ക് ശൃംഗിവേരം എന്ന കാനന രാജ്യത്തിലേക്ക് കടക്കാൻ ഗംഗാതടം കടക്കണം. ഗംഗ കടക്കാൻ വേണ്ടി ഗംഗയെ പ്രാർത്ഥിക്കുന്നുണ്ട്, പുഴയെ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് ലങ്കയിലേക്ക് സീതാന്വേഷണത്തിന് പോകാനായിട്ട് കടൽ കടക്കണം. കടലിനെ പ്രാർത്ഥിക്കുന്നു. കടല് വരുണദേവനാണ്. വരുണദേവനെ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച സ്ഥലമാണ് രാമേശ്വരം എന്നറിയപ്പെടുന്നത്. മൂന്നാമത് പ്രാർത്ഥിക്കുന്നത് രാവണവധം നടത്താൻ വേണ്ടി ഒരു വിധത്തിലും കൊല്ലാൻ പറ്റുന്നില്ല. ബ്രഹ്മാവിന്റെ വരദാന ശക്തിയുള്ളത് കൊണ്ട് രാവണന്റെ തലകൾ പലവട്ടം അറുത്തിട്ടും രാവണൻ മരിക്കുന്നില്ല. ബ്രഹ്മാവാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. ആരെങ്കിലും കാലിന്റെ മടമ്പ് കൊണ്ടേ കുറവുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കുറെ നിൽക്കുമ്പോൾ അപ്പാട് വരും, വരവും കൊടുത്തങ്ങ് പോകും. പിന്നെ ബാക്കിയുള്ള ആൾ അതിനെ കൊണ്ട് കെട്ടി നേലണം. മനസ്സിലായോ? ഇതാണ് ബ്രഹ്മാവിന്റെ ഒരു. അതുകൊണ്ടായിരിക്കാം ബ്രഹ്മാവിനെ ആരും പൂജിക്കുന്നില്ല. അപ്പൊ ഒരു വിധത്തിലും മരിക്കാഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഗോഡ്ഫാദർ വരുന്നു. ആരുടെ? ആര്യവംശത്തിന്റെ ഗോഡ്ഫാദർ അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനി വന്നിട്ട് പറയുന്നു, നീ പ്രാർത്ഥിക്കൂ. ആരെ? ഭഗവതിയാണോ? വിഷ്ണുവിനെയാണോ? ശിവനെയാണോ? അല്ല, ആദിത്യ ഹൃദയം ചൊല്ലാൻ പറയുന്നു. ആദിത്യ ഹൃദയ മന്ത്രം. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായ തേ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തി രൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമ, ലോകായ വിശ്വൈക സാക്ഷണതേ നമ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം എന്ന് അഗസ്ത്യൻ പറഞ്ഞിട്ട് സൂര്യനെ പ്രാർത്ഥിക്കുന്നു. ആ സൂര്യനെ പ്രത്യക്ഷമായ ദൈവം. ആ സൂര്യനോട് എന്താ പ്രാർത്ഥിച്ചത് അടുത്ത വയലാറിന്റെ അടുത്ത പാട്ടിലുണ്ട് ആ പ്രാർത്ഥന. ഇത് സൂര്യഗായത്രിയെ പറ്റി പറയുന്നേ ഉള്ളൂ. പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താണ് ഈ ഓം എന്ന് പറഞ്ഞാൽ? ഈ ഓംകാരമൊക്കെ കണ്ട കക്കൂസുമ്മലും കണ്ട ചുമരുമല്ല എഴുതി വെക്കുന്നവർക്ക് ഇതിന്റെ അർത്ഥം അറിയാമോ? അർത്ഥം പോയിട്ട് തിരുവനന്തപുരത്തെ തൃശ്ശൂരുള്ള വേദാന്ത കോളേജിൽ ഉപനിഷത്തുകളും ഭഗവത്ഗീതയും എന്ന ഒരു സെമിനാറിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ എന്നെയും വിളിച്ചു. ആ വിഷയം അവതരിപ്പിക്കാൻ പോയപ്പോ സദസ്സിലല്ല സ്വാമിമാർ ഇരിക്കുന്നു. നമ്മളാണെങ്കിൽ അല്പബുദ്ധി, ഇവരോടെന്ത് പറയാൻ? കടപ്പുറത്ത് പൂയി ഇറക്കാൻ പോകുന്ന പരിപാടിയല്ലേ. കടപ്പുറത്ത് പൂയി അങ്ങോട്ട് കൊണ്ട് ഇറക്കേണ്ടിയില്ലല്ലോ. ഞാൻ വെറുതെ ചോദിച്ചു, ഓംകാരത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? ആരും ഒന്നും അനങ്ങുന്നില്ല. ഓംകാരം എന്നാദ്യം പറയുന്നത് ദൈവവിശ്വാസികൾ അറിയണം. ദൈവബോധമുണ്ടായത് കാലബോധത്തിൽ നിന്നാണ്. കാലത്തിനെ പറ്റി ചിന്തിച്ചത് മനുഷ്യൻ മാത്രമാണ്. 2026 ജനുവരി 28 എന്ന് ഒരു പശുവിനും അറിയില്ല, പട്ടിക്കും അറിയില്ല, പൂച്ചക്കും അറിയില്ല. ഇന്ന് ബുധനാഴ്ചയാണെന്നറിയുന്ന ഏതെങ്കിലും പക്ഷിമൃഗാദികളുണ്ടോ? ഇത് ജനുവരിയാണെന്നറിയുമോ? അവർക്ക് കാലമില്ല. മനുഷ്യരുണ്ടാവുന്നതിന് മുമ്പ് ഇരുട്ടുണ്ട്, വെളിച്ചവുമുണ്ട്. പക്ഷെ ഇരുട്ടിനെ രാത്രിയെന്നും വെളിച്ചത്തെ പകലെന്നും വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഇരുട്ടും വെളിച്ചവും ചേർന്ന അഹർനിശം ചേരുന്നത് ദിവസം എന്ന് സങ്കല്പിച്ചത് നമ്മളാണ്. ആ ദിവസങ്ങളെ പെരുക്കി ആഴ്ചകളും മാസങ്ങളുമാക്കി കാലത്തെ ഉണ്ടാക്കി. ഇപ്പൊ ഇവിടെ വരാൻ പോകുന്ന വിദ്യാധര മാഷ്
അല്ലേ? അദ്ദേഹം ചിട്ടപ്പെടുത്തിയ അതിമനോഹരമായ ശ്രീമൂലനഗരം വിജയൻ എഴുതിയ ഒരു മനോഹരമായ പാട്ടുണ്ട്. മലയാള ഭാഷയിലെ ആദ്യാക്ഷരപ്രാസത്തിന്റെ സുന്ദരമായ ഉദാഹരണമാണ് കകാരങ്ങളുടെ ആവർത്തനം വരുന്ന കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ എന്ന പാട്ടില്ലേ? അതിലെല്ലാം കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപം. എന്താ ഈ കൽപ്പാന്തകാലം? കൽപ്പം എന്ന് പറഞ്ഞാൽ 432 കോടി വർഷങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. ബ്രഹ്മാവിന്റെ ഒരു പകല്, ബ്രഹ്മാവിന്റെ ഒരു പകല്, ഒരു കൽപ്പം. ഈ കൽപ്പമെന്നും ഒക്കെ മുറിച്ചതാരാ? മനുഷ്യൻ വരുന്നതിന് മുമ്പ് കലണ്ടർ ഉണ്ടോ? ഇല്ല. കലണ്ടർ, ചന്ദ്രൻ കറുത്തവാവും കഴിഞ്ഞിട്ട് ആദ്യം ചന്ദ്രക്കല കാണുന്ന ദിവസമാണ് ഗ്രീക്കുകാർ കണക്കെഴുതുക. ഗ്രീക്ക് ഭാഷയിൽ കണക്ക്, ലാറ്റിൻ ഭാഷയിൽ കണക്കിന് പറയുക കലന്ത എന്നാണ്. കണക്കെഴുതുന്ന ദിവസം അതാണ് മാസം 1. ആ മാസം 1ന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പേര് കലണ്ടർ. അതാ കലണ്ടറായത്. നമുക്ക് കലണ്ടർ ഉണ്ടായത് എപ്പോഴാണ്? ഒരു കലണ്ടർ ഉണ്ട്, അറിയാവോ? മലയാളിക്ക് സ്വന്തമായ ഒരു കലണ്ടർ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കലണ്ടർ നമ്മുടെ നാട്ടിലല്ല. മലയാളി ഉപയോഗിക്കുന്ന കലണ്ടർ സംക്രമ വിഷു പക്ഷി, സംവത്സര പക്ഷി, പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി എന്ന് കേട്ടിട്ടില്ലേ? പഞ്ചാംഗം 1200 കൊല്ലായിട്ട് നമുക്ക് കലണ്ടർ ഉണ്ടായിട്ട്. അതുകൊണ്ടാ കൊല്ലവർഷം 1201 അല്ലേ? 1201 വർഷമായി. ഞാൻ പറഞ്ഞു വന്നത് കാലത്തെ മുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതുണ്ടായതാണ് എന്ന സങ്കല്പം ഉണ്ടായി. അപ്പൊ ഭൂതമുണ്ടായി. കഴിഞ്ഞുപോയ കാലം ഭൂതം. പ്രേതങ്ങളെ ഭൂതം എന്ന് വിളിക്കുന്നില്ലേ? ഭൂതം എന്ന് പറഞ്ഞാൽ മരണം ഭൂതമായത്, സംഭവിച്ചതിന് ശേഷം എണീറ്റ് നടക്കുന്ന വിദ്വാന്മാരെയാണെന്ന് പറയാ ഭൂതങ്ങൾ. മരണം സംഭവിച്ചിട്ട് എഴുന്നേറ്റ് നടക്കുന്നത്. ഇപ്പം നാട്ടിൽ പ്രേതങ്ങളില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ പ്രേതം ഉണ്ടായിരുന്നു. ആവാഹന, ഒഴിപ്പിക്കലും മന്ത്രിച്ചു കെട്ടലുണ്ടായിരുന്നു. കരണ്ട് വന്നതോടുകൂടി ഈ പ്രേതങ്ങളെല്ലാം ആകാശത്തൂടിയാ പോവുക. നാട്ടിലാകെ ലൈന് വലിച്ചിട്ട് എല്ലാം ലൈന് തട്ടി ചത്തുപോയതാന്ന് തോന്നുന്നു. ഇപ്പൊ പ്രേതങ്ങൾ നാട്ടിലില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രേതങ്ങളെ ഭൂതങ്ങൾ എന്ന് പറയുന്നത് മരണം സംഭവിച്ചത് കൊണ്ടാണ് ഭൂതം. ഭൂതം എന്ന് പറഞ്ഞാൽ സംഭവിച്ചത്. പഞ്ചഭൂതങ്ങൾ ഇവിടെ ഉണ്ടായത്. അപ്പൊ ഉണ്ടാണെങ്കിൽ ഉണ്ടാക്കണ്ടേ ആരെങ്കിലും എന്ന ചിന്തയുണ്ടായപ്പോഴാ ദൈവസങ്കല്പം ഉണ്ടായത്. ഉണ്ടാക്കണ്ടേ? കാരണഭൂതൻ, ഇതിനൊക്കെ കാരണക്കാരനായവൻ എന്നതിന് ഹീബ്രു ഭാഷയിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനേക്കാൾ 1000 കൊല്ലം മുമ്പുള്ള ഭാഷയാണ് ഹീബ്രു ഭാഷ. ആ ഹീബ്രു ഭാഷയിൽ കാരണഭൂതൻ എന്ന വാക്കിന് പറയുന്ന പേരാണ് യഹോവ. യഹോവ എന്ന് പറഞ്ഞാൽ കാരണഭൂതൻ. നമ്മുടെ നാട്ടിൽ ബ്രഹ്മത്തെ സൃഷ്ടിച്ചവൻ ബ്രഹ്മാവ്, ഈ കർത്തവ്യം നിർവഹിച്ചവൻ കർത്താവ്. മനസ്സിലായോ? ഇല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, സൃഷ്ടിക്കുന്നത് ആഹ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഇലാഹ്. അദ്ദേഹത്തിനൊരു ശ്രീ ഏർത്തു, ശ്രീക്ക് അൽ എന്ന് പറയും. അത് അൽ ഇലാഹ്, അതാണ് അല്ലാഹ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തിയവൻ, ഉണ്ടാക്കിയവൻ എന്ന സങ്കല്പം ഉണ്ടായത് ഉണ്ടായത് എന്ന സങ്കല്പത്തിൽ നിന്ന്. ഉണ്ടായത് എന്ന സങ്കല്പം ഉണ്ടായത് കാലബോധത്തിൽ നിന്ന്. അപ്പൊ ഉണ്ടായവൻ പിന്നെ ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ടോന്നില്ലേ? അപ്പൊ അതാരാ ഇത് ചെയ്യുന്ന? ഇതിന് ആരോ എവിടുന്ന ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടേ? അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവൻ വലിച്ചെടുത്തിട്ട് ഒരു മനുഷ്യന് 33 കോടി രൂപയുടെ ഓക്സിജൻ മരിക്കുന്നതിന് മുമ്പ് ഈ സസ്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ലേ? അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആരോ ഒരാൾ ഇവിടെ ഉണ്ടാവും എന്ന ചിന്തയുണ്ടായി. അപ്പൊ സൃഷ്ടി നടത്തിയവൻ, പാലിക്കുന്നവൻ, പിന്നെ മരണമുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ശക്തിയുണ്ട്, അടിച്ച് തകർക്കുന്നുണ്ട്. ഇതൊരു വല്ലാത്ത ശക്തിയല്ലേ? സംഹാരം. ആ സംഹാരമുള്ളവനാരാ? അവൻ സംഹാരമൂർത്തി.
അപ്പൊ ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക, 3 സങ്കല്പങ്ങൾ ഉണ്ടായി. ആ 3 സങ്കല്പത്തിൽ സംസ്കൃതത്തിൽ ആ ഉ അം എന്ന് പറഞ്ഞു. കൂട്ടി വായിച്ച ഓം. ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക, ഇതാണ് ഓം. പിടികിട്ടിയോ? ഓം എന്ന് പറഞ്ഞാൽ കാലബോധം. കാലബോധത്തിൽ നിന്നാണ് ഞാനെന്ന ബോധമുണ്ടായത്, നീ എന്ന ബോധം ഉണ്ടായത്, പ്രകൃതി എന്ന ബോധം ഉണ്ടായത്. എന്നെയും പ്രകൃതിയെയും കൂട്ടിയോജിപ്പിക്കുന്ന ദൈവമെന്ന സങ്കല്പമുണ്ടായത്. പ്രളയജലത്തിൽ ഉയർന്നു വന്ന കാലബോധത്തെ പറ്റി മറ്റൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്നൊരു പാട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കാലബോധത്തിൽ നിന്നാണ് നമുക്ക് ദൈവബോധം ഉണ്ടായത് എന്നറിയുക. ധിയോ യോന പ്രചോദയ. ധീ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി. ബുദ്ധിയുടെ പ്രചോദനമായി തീർന്നാലും എന്ന് പറഞ്ഞാൽ പുറത്ത് വെളിച്ചം തരുന്ന സൂര്യ, നീ അകത്ത വെളിച്ചമായി തീരൂ എന്നാൽ. പുറത്ത് വെളിച്ചം തരുന്നത് ദിനോസറുകൾക്കും കണ്ണുണ്ടായിരുന്നു, കടുവകൾക്കും ആനകൾക്കും പുലികൾക്കും എല്ലാം കണ്ണുണ്ടായിരുന്നു. അവരെല്ലാം ആ പ്രകാശം കണ്ണുകൊണ്ട് കണ്ടിരുന്നു. പക്ഷെ മനുഷ്യന് മാത്രമേ അകക്കണ്ണുണ്ടായിരുന്നു. കടമ്മനിട്ടവയുടെ വരികൾ കണ്ണു വേണം അകത്തും പുറത്തും, കേട്ടിട്ടില്ലേ? അകക്കണ്ണ് മനുഷ്യർക്കേ ഉള്ളൂ. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ. അടുത്തത് ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോ ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് എന്നാണ്. സർഗക്രിയയുടെ സാരം എന്താണെന്ന് അന്വേഷിച്ചു നടന്നല്ലോ. അകക്കണ്ണ് കൊണ്ട് അന്തർമുഖരായിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ടാണ്. ഹലോ ഹലോ കുറച്ചുകൂടി. ഹലോ ഹലോ ഓക്കെ. ഉള്ളിലേക്ക് നോക്കിയിട്ട് അകക്കണ്ണാണ് പ്രധാനം. പക്ഷിമൃഗാദികൾക്കൊന്നും അതില്ലാത്തത് കൊണ്ട് അവർക്കൊന്നും പേരുണ്ടായിരുന്നില്ല. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഭൂമിക്ക് ഭൂമിയെന്നോ ആകാശത്തിന് ആകാശമെന്നോ സ്വർഗത്തിന് സ്വർഗമെന്നോ ദൈവത്തിന് ദൈവമെന്നോ പേരുണ്ടായിരുന്നില്ല. ഈ ലോകത്തിൽ സകലതിനും പേരിട്ടത് മനുഷ്യനാണ്. അപ്പൊ ഈ ലോകത്തിന്റെ മുഴുവൻ സ്വത്വബോധം വ്യതിരിക്തത തിരിച്ചറിഞ്ഞവനാര്? മനുഷ്യനാണ്. ആ വ്യതിരിക്തത തിരിച്ചറിഞ്ഞപ്പോൾ അവനവന്റെ വ്യതിരിക്തതയും തിരിച്ചറിഞ്ഞു. ആ വ്യതിരിക്തതയെ അവതരിപ്പിക്കുവാൻ അവൻ ഭാഷയുണ്ടാക്കി. ആ വ്യതിരിക്തതയെ സർഗാത്മകമാക്കിയപ്പോൾ സൗന്ദര്യമുണ്ടായി, കലകളുണ്ടായി. അപ്പോൾ പുറത്തു വെളിച്ചം തരുന്ന സൂര്യ, നീ അകത്ത വെളിച്ചമായി മാറൂ എന്നതാണ് ആദ്യത്തെ പ്രാർത്ഥന. ഈ അകത്ത വെളിച്ചത്തിൽ നിന്നാണ് വെളിച്ചം തരുന്നവനെ എന്ന് പ്രാർത്ഥിച്ചത്. ദിവം എന്ന് പറഞ്ഞാൽ പ്രകാശം. ദിവാകരൻ പ്രകാശം കരമായിരിക്കുന്ന സൂര്യൻ. ദിവം തരുന്നവനാരോ അവൻ ദൈവം. പിടികിട്ടിയോ? ദൈവമേ എന്ന് പ്രാർത്ഥിച്ചത് അകത്ത വെളിച്ചം തരുന്നവനെ എന്നാണ്. ആ അകത്ത വെളിച്ചം ഉണ്ടായിട്ട് അതിന്റെ തത്വശാസ്ത്രത്തിന്റെ വികാസമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാ മതഗ്രന്ഥങ്ങളും എന്ന് പറയുന്നതൊന്നും മതത്തിൻ്റെതായിരുന്നില്ല, മനുഷ്യന്റേത് മാത്രമായിരുന്നു. അതേതെങ്കിലും ഒരു വൻകരയിലെ ഒരു വിഭാഗം മനുഷ്യരുടേതായിരുന്നില്ല. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ട ഗ്രന്ഥങ്ങൾ പിന്നീട് പുരോഹിതന്മാർ മതങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മളതാന്ന് പറഞ്ഞതാണ്. അല്ലെ? ഖുർആൻ എഴുതുമ്പോൾ മുസ്ലിം മതം ഉണ്ടായിരുന്നില്ല. ബൈബിളിന്റെ കാലത്ത് ക്രിസ്തു മതം ഉണ്ടായിരുന്നില്ല. പഴയ നിയമം എഴുതുമ്പോൾ യഹൂദ മതം ഉണ്ടായിരുന്നില്ല. രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഉപനിഷത്തുകളും വേദങ്ങളും എഴുതുമ്പോ ഹിന്ദു മതവും ഉണ്ടായിരുന്നില്ല. ഓരോ നാട്ടിലുള്ള ഒരു പുസ്തകം അന്നാട്ടുകാരുടെ ആധികാരിക ഗ്രന്ഥമായി. ഈ ഗ്രന്ഥങ്ങൾക്ക് പരിഭാഷ വന്നപ്പോ, വിവർത്തനം വന്നപ്പോ
എല്ലാറ്റിന്റെയും അർത്ഥം ഒന്നാണെന്ന് തിരിച്ചറിയാൻ കഴിയാതായി പോയതാണ് മനുഷ്യൻ ചെയ്ത വിഡ്ഢിത്തം. ഭഗവത്ഗീത ഖുറാനാണ് എന്ന് പറഞ്ഞാൽ അടിയായി. ഭഗവത്ഗീത ഖുറാനാണ്. ഖുറാൻ എന്ന വാക്കിനർത്ഥം വായിക്കേണ്ടത് എന്നാണ്. ഭഗവത്ഗീത ഖുറാനാണെന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത വായിക്കണമെന്നാ. പക്ഷേ ഖുറാനാണെന്ന് പറഞ്ഞാൽ അപ്പോ കുഴപ്പമായി അല്ലേ? ഉത്തരേന്ത്യയിൽ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പുറത്ത് ഇറങ്ങുമ്പോൾ ശിരോവസ്ത്രം ധരിക്കും. ഹിന്ദു സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കും. അത് ആ ശിരോവസ്ത്രത്തിന്റെ അറബിയാണ് ഹിജാബ്. ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമായി. വിവർത്തനവും അർത്ഥം അറിയാഞ്ഞിട്ടാണ്. ഹിജാബ് എന്ന് പറയുമ്പോൾ വേറെ എന്തുമായി? പാവപ്പെട്ടൻ ഇട്ടാൽ ട്രൗസർ, പൈസക്കാരൻ ഇട്ട ബർമൂഡ എന്ന് പറഞ്ഞ പോലെയാ. നമ്മളിട്ട നല്ലത്, അവരിട്ട മോശം. ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹീബ്രു ഭാഷയിൽ പുസ്തകം എന്നാ. ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകം. നമ്മള് സാധാരണ പുസ്തകം എടുത്തിട്ട് സ്കൂളിൽ പോകുമ്പോ നവരാത്രിക്ക് പുസ്തകം പൂജ നടത്താൻ വെക്കുമ്പോ ഗ്രന്ഥം എന്ന് പറയും. സംഭവം അത് സംസ്കൃതം പറഞ്ഞാല് ഗംഭീരമാകുന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു പണ്ട്. ആ ഒരു ധാരണയിലാണ് അമ്പലത്തിൽ പൂജക്ക് വെക്കുമ്പോ ഈ പുസ്തകം എന്തായി? ഗ്രന്ഥമായി. അതുപോലെയാണ് ബൈബിൾ പുസ്തകമാണ്. ശ്രീ എന്നതിന് അൽ എന്നാണ് അറബി പറയും. ശ്രീ എന്നതിന് അറബിയിൽ എന്ത് പറയും? അൽ. കൃഷ്ണൻ എന്നും രാമൻ എന്നും പറയുന്നതിന് ഇലാഹ് എന്ന് പറയും. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അൽ ഇലാഹ് എന്ന് പറയും. അവർക്ക് സംസ്കൃതം അറിയാത്തത് അവരുടെ കുഴപ്പമാണോ? നമുക്ക് അറബി അറിയാത്തത് നമ്മുടെ കുറ്റാണോ? അല്ല. അതോടുകൂടി ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം ഭാഷാന്തരീകരണം വരുന്നതോടുകൂടി, വിവർത്തനം വരുന്നതോടുകൂടി ഈ ഭൂമിയിലെ മതങ്ങൾ തമ്മിലുള്ള വേർതിരിവും ദൈവങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഇല്ലാതായി ഒന്നാവേണ്ടതായിരുന്നു. പക്ഷേ ആ വിവർത്തനങ്ങളെ നമ്മൾ വേണ്ടത്ര പ്രചരിപ്പിച്ചില്ല. നമ്മൾ കൂടുതൽ കൂടുതൽ ചുരുങ്ങി നമ്മളെ ദൈവത്തിലേക്ക് ചുരുങ്ങി. അത് ദൈവവിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു സങ്കുചിതത്വം എന്താണെന്ന് അറിയുമോ? ഒരമ്പലത്തിൽ പോയാൽ പറയും നീയല്ലാതെ വേറെ ആരുമില്ല എനിക്ക്. ശബരിമലക്ക് പോകുമ്പോ ഗുരുവായൂർ പോയാൽ പറയും നീയേ ശരണം. ചോറ്റാനിക്കരയെ പോയാൽ പറയാ നീയല്ലാണ്ട് വേറെ ആരുമില്ലെന്ന്. അപ്പൊ മറ്റുള്ളവര് കേൾക്കൂലേ ഇത്? അല്ലേ? ഈ ദൈവം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാടമ്പി ജമ്മിമാരുടെ പോലെ ആശ്രിത വത്സലനെ കൃഷ്ണ, ആശ്രയിക്കുന്നവരോട് മാത്രം വാത്സല്യം കൊടുക്കുന്നവനാണോ? അല്ല. അവിടെയാണ് ഭാരതത്തിലെ ദൈവവിശ്വാസികൾക്ക് പല തട്ടുകളുണ്ട്. ഒന്ന്, അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. ദ്വിജന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് അഗ്നിയിലാണ് ദൈവം, മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. അത്രയൊന്നും പാണ്ഡിത്യമില്ലാത്ത നമ്മളെ പോലുള്ള അപ്രബോധികൾക്ക്, പ്രബോധനം ഇല്ലാത്തവർക്ക് പ്രതിമയിലാണ് ദൈവം. ഇനി സർവത്ര സമദർശിന, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്.